ഡിയർ വെൽക്കം ബാക്ക്. അഡ്മിഷൻ കാത്തിരിക്കുന്ന മക്കൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അഡ്മിഷൻ കിട്ടിയില്ല, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള കുഞ്ഞുങ്ങൾക്കാണ് എന്ത് ചെയ്യുക സന്തോഷ വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന, അഡ്മിഷൻ കിട്ടിയിട്ട് ട്രാൻസ്ഫർ കാത്തിരിക്കുന്നവർക്കും സന്തോഷ വാർത്ത തന്നെയാണ്. അതായത് മക്കളെ 120-ലധികം ബാച്ചുകൾ നിങ്ങൾക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിനെ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം നല്ല സീറ്റ് തന്നെ. അതായത് ഇപ്പൊ 1 ലക്ഷം കുട്ടികൾക്കാണ് സീറ്റ് കിട്ടാത്തത്. അപ്പൊ ആ 1 ലക്ഷം കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്ന രീതിയിൽ ബാച്ചുകൾ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ബാച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാച്ചിൽ 40, 50, 60 സീറ്റുകളൊക്കെ കാണും. അപ്പൊ അത് ഒരുപാട് സീറ്റുകൾ, ഒരു മലബാർ ഏരിയയിലാണ് ഒരുപാട് സീറ്റ്. ഏകദേശം 75,000-ഓളം സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഒരിക്കലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് അനുവദിക്കാതിരിക്കില്ല, അനുവദിക്കുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 100% അനുവദിക്കും. ബാച്ചുകളുടെ നമ്പറിൽ മാത്രമാണ്. കാരണം കുട്ടികളെ ഒരിക്കലും വലയ്ക്കാൻ ഗവൺമെന്റ് ഒരിക്കലും തീരുമാനിക്കില്ല. എങ്ങനെയാലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുക, അല്ലെ? ഇനി ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ അനുവദിക്കുന്ന ബാച്ചുകൾ എത്ര എണ്ണം സയൻസിലേക്കുണ്ട്, എത്ര ഹ്യൂമാനിറ്റീസ് ഉണ്ട്, എത്ര കൊമേഴ്സ് ഉണ്ടെന്ന് മാത്രം വ്യക്തത കിട്ടിയാൽ മതി. ട്രാൻസ്ഫർ ഒക്കെ സയൻസിലേക്കൊക്കെ ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു കൺഫർമേഷൻ മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇനി നിലവിൽ 5,922 വേക്കൻസിയാണ്. 6,000 സീറ്റ് ഓൾറെഡി ഇവിടെ വേക്കന്റ് ഉണ്ട്. പിന്നെ കുറച്ച് സീറ്റ് അല്ലാതെ സീറ്റ് സ്പോർട്സ് കോട്ടയിലും എല്ലാം കൂടി ഒരു 10,000 സീറ്റ് 10,000 സീറ്റ് വേക്കന്റ് ആയിട്ട് വരും. ഓൾറെഡി വേക്കന്റ് ആയിട്ട് വരും. പിന്നെ ഒരു 10,000 സീറ്റ് വരും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം കിട്ടുമോ എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ സയൻസ് സ്ട്രീം ആഗ്രഹിച്ചു, പക്ഷേ സയൻസ് സ്ട്രീം കിട്ടിയിട്ടില്ല എങ്കിൽ മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിൽ ഗവൺമെന്റ് അൺഎയ്ഡഡ് ഇന്റഗ്രേറ്റഡ് സ്കൂളാണ്. നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനേക്കാൾ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. 40 കുട്ടികൾ മാത്രമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഇന്റഗ്രേറ്റഡ് സ്കൂൾ വരുന്നുള്ള കൺഫ്യൂഷൻ കാണും. കോഴിക്കോടാണ്, കാലിക്കറ്റ് ടൗണിൽ തന്നെയാണ്. ടൗണിനോട് എടുത്ത് തന്നെയാണ് നിങ്ങളുടെ സ്കൂൾ വരുന്നത്. അതേപോലെ തന്നെ ദൂരെ നിന്നുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ ഹോസ്റ്റൽ സൗകര്യവും കാര്യങ്ങളൊക്കെ സ്കൂളിനോട് അടുത്ത് തന്നെയാണ്. 8592003009 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്റഗ്രേറ്റഡ് സ്കൂൾ അഡ്മിഷന് വേണ്ടി, അല്ലേ? അപ്പോ മക്കളെ എത്ര സീറ്റുകൾ ഇനി പുതുതായിട്ട് വരാൻ പോകുന്നുള്ള കൺഫർമേഷൻ കിട്ടിയാൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് ഏതൊക്കെ ബാച്ചുകളിലേക്കുള്ളതെന്നും അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. ഓക്കെ, ബൈ.